പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് 2024-25 അധ്യയന വർഷത്തെ 9ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ചോദ്യപേപ്പർ മനസ്സിലാക്കാം. വരും വർഷങ്ങളിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങുവാനുള്ള ട്രിക്കുകളും ഇതിലൂടെ പഠിച്ചോളൂ. ഒന്നാമത്തെ കാറ്റഗറി ചോദ്യം സാധാരണയായി ഒരു പാരഗ്രാഫിൽ നിന്നോ പദ്യത്തിൻ്റെ കുറച്ച് വരികളിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങളിലേക്ക് വരാം. ഖുറഇൽ അബയാത്ത് വഖ്തർ മാ യലി. വരികൾ വായിച്ച് താഴെയുള്ളത് തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ നസ്വാഹിഹു ത്വബീബ് എന്ന പദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇദാ മാ ശിഅത അൻ തഹിയ സലീമൻ വ തുംലി ദർബ ഉംരിക മുസ്തഖീമ ഫഖുദ് ബഅലൻ നസാഹിഹി മിൻ ത്വബീബിൻ ബിതത്ബീബിൽ വറാ അൽഹ ഇദാ മാ കുൻത ദാ ജിസ്മിൻ സലീമിൻ സതുഅതാ ഹകദാ അഖ്ലൻ സലീമ. ഈ ഭാഗം നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ ചോദ്യം, ജംഉ നസ്വിഹ. ജംഉ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനം എന്നാണ്. നസ്വിഹ എന്ന പദത്തിൻ്റെ ജം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം രണ്ടാമത്തെ വരിയിൽ നസ്വാഹി എന്നാകുന്നു. ചോദ്യം 2, ളിദ്ദു സഖീം. ളിദ്ദ് എന്ന പദത്തിൻ്റെ അർത്ഥം വിപരീത പദം. സഖീം എന്ന പദത്തിൻ്റെ അർത്ഥം രോഗി എന്നാണ്. ആരോഗ്യമുള്ള എന്നർത്ഥം വരുന്ന സലീം എന്ന പദം 3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, മുഫ്രദു അത്വിബ്ബാ. മുഫ്രദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഏകവചനം. അത്വിബ്ബാ ഡോക്ടർമാർ എന്ന പദത്തിൻ്റെ ഏകവചനമായി വരുന്നത് ത്വബീബ്. 4, കലിമത്തുൻ ബിമഅന തഈഷു. തഈഷു നീ ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന പദത്തിൻ്റെ അതേ അർത്ഥം വരുന്ന പദം. ഉത്തരം തഹിയ. ചോദ്യം 5, ഇഖ്തർ സതുറൻ യദുല്ലു അലാ അൽ അഖ്ലു സലീമു ഫിൽ ജിസ്മി സലീം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. അത് സൂചന നൽകുന്ന വരി. ഉത്തരം മൂന്നാമത്തെ വരിയായ ഇദാ മാ കുൻത ദാ ജിസ്മിൻ സലീമിൻ സതുഅതാ ഹകദാ അഖ്ലൻ സലീമ. ആറാമത്തെ ചോദ്യം, മാ മൗളൂഉൽ അബയാത്ത്. ഈ ബൈത്തുകളുടെ പ്രതിപാദ്യ വിഷയമെന്ത്? ഉത്തരം അസ്വിഹത്തു ആരോഗ്യം. ഏഴാമത്തെ ചോദ്യം, ലാഹിദിൽ മിസാല വ അഇദ്ദ ബലാഗൻ ലിവുസൂലി തുല്ലാബി ഇലാ ഖഅത്തിൽ മദ്രസതി ലിഹഫ്ലതി യൗമിൽ ലുഗത്തിൽ അറബിയ. ഉദാഹരണം നിരീക്ഷിച്ച ശേഷം അറബിക് ഭാഷാദിന സദസ്സിനായി വിദ്യാർത്ഥികൾ സ്കൂൾ ഹാളിൽ എത്തുന്നതിനായി ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കുക. അൽ മിസാൽ യുർജ മിനദ്ദാരിസീൻ അൽ ഹുളൂറ ഫി സാഹത്തിൽ മദ്രസ ലിത്വബൂരി സ്വബാഹി സുറഅതൻ. വിദ്യാർത്ഥികൾ മോർണിംഗ് അസംബ്ലിക്കായി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഉത്തരം നോക്കാം. യുർജ മിനദ്ദാരിസീൻ അൽ വുസൂല ഇലാ ഖഅത്തിൽ മദ്രസ ലിഹഫ്ലതി യൗമിൽ ലുഗത്തിൽ അറബിയ സുറഅതൻ. ഇവിടെ അൽ ഹുളൂറ എന്നുള്ളത് ചോദ്യത്തിലെ അൽ വുസൂല എന്നായി മാറി. സാഹത്തുൽ മദ്രസ എന്നുള്ളത് ഖഅത്തുൽ മദ്രസ എന്നായി മാറി. അതുപോലെ സന്ദർഭത്തിനും മാറ്റം വന്നു. എട്ടാമത്തെ ചോദ്യം, അക്മിൽ ബിൽ മുനാസിബ്. യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കുക. അലിഫ് ഡേഷ് അൻ തെജ്ലിസ മഅി ഖലീലൻ. ഇവിടെ അൻ എന്ന പദം വന്നതുകൊണ്ട് ഉത്തരം മുംകിൻ. ബ ഖാല റാഷിദുൻ ലിസ്സായികി ഡേഷ് ഉരീദു സയ്യാറ. ഉത്തരം മിൻ ഫളിക്. ഒൻപതാമത്തെ ചോദ്യം, അഇദ്ദ തഅലീകൻ ലിസ്സൂറ. ചിത്രത്തിന് യോജിച്ച അടിക്കുറിപ്പ് നൽകുക. ഉത്തരം അൽ മുഹാവലത്തുൽ മുസ്തമിറ സിർറുൻ നജാഹ്. തുടർച്ചയായ പരിശ്രമമാണ് വിജയത്തിന്റെ രഹസ്യം. പത്താമത്തെ ചോദ്യം, ഉക്തുബ് മുദക്കിറതൻ ളിദ്ദൽ ഹർബി ബിമുസാഅദത്തിൻ നിഖാത്ത്. പോയിന്റുകളുടെ സഹായത്തോടെ യുദ്ധത്തിനെതിരെ ഒരു
കുറിപ്പ് തയ്യാറാക്കുക. അർത്ഥം നോക്കാം. അൽ ഹയാത്തു ഫിസ്സലാം, സമാധാനത്തിലാകുന്നു ജീവിതം. ലൈസത്തിൽ ഹർബു ഹല്ലൻ, യുദ്ധം ഒരു പരിഹാരമല്ല. അൽ അതുഫാലു വന്നിസാ, സ്ത്രീകളും കുട്ടികളും. അൽറാറുൻ കസീറ, ധാരാളം പ്രയാസങ്ങൾ. അൽ ഉഖുവത്തു വൽ മവദ്ദ, സ്നേഹവും സാഹോദര്യവും. നഅമലു ലിസ്സലാം, സമാധാനത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. ഉത്തരം നോക്കൂ. നല്ല ഒരു ഹെഡിങ് നൽകുന്നതോടെ 1/2 മാർക്ക് സ്കോർ ചെയ്യാം. അൽ ഹർബു മുഷ്കിലത്തുൻ മുഅ്ലിമത്തുൻ ഫിൽ ആലം, ലോകത്തിന് വേദന നൽകുന്ന പ്രശ്നമാണ് യുദ്ധം. വഹിയ തുഹദ്ദി ലിൽ ഹയാത്തി സലീമ, ശാന്തമായ ജീവിതത്തിന് ഭീഷണിയാണത്. തുഖ്തലു ബിഹൽ അബ്രിയാ മിസ്ലൽ അത്ഫാലി വന്നിസാഇ വശുയൂഖ്, വൃദ്ധർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരെ പോലെ ധാരാളം നിരപരാധികൾ അതിൽ കൊല്ലപ്പെടുന്നു. ലൈസത്തിൽ ഹർബു ഹല്ലുൻ ലിഅയ്യി മുഷ്കില, ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരം യുദ്ധമല്ല. വലാ യഫ്ഹമുഹ അസ്സുഅമാഉ, നേതാക്കന്മാർ അത് മനസ്സിലാക്കുന്നില്ല. തജ്ലിബുൽ ഹർബു അൽറാറുൻ കസീറ, യുദ്ധം ധാരാളം പ്രയാസങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നു. തുളഇഫു ബിഹൽ അദാവ, ശത്രുത ഇരട്ടിക്കുന്നു. വതുളഇഉ ബിഹൽ ഉഖുവ വൽ മവദ്ദ ബൈന ദുവലി വൽ മുജ്തമഅ, സമൂഹങ്ങൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലും സ്നേഹവും സാഹോദര്യവും നഷ്ടപ്പെടുന്നു. ഫലിദാലിക നഅമലു ലിയഫ്ജുറ സലാമ വൽ അംന, അതിനാൽ ശാന്തിയും സമാധാനവും പുലരുവാനായി നമുക്ക് പ്രവർത്തിക്കാം. റത്തിബിൽ കലിമാത്തിൽ ആത്തിയത്ത കമാ ഫിൽ മിസാൽ, ഉദാഹരണങ്ങളിൽ കാണുന്നത് പോലെ വാക്കുകൾ ക്രമീകരിക്കാം. മിസാൽ, അൽമാഉ അസാസുൽ ഹയാത്ത്. അലിഫ് ഡേഷ് ഹലാവത്തുൻ ഷഖാവത്തുൻ അസ്സലാമു വൽ ഹർബു. ഉത്തരം അസ്സലാമു ഹലാവത്തുൻ വൽ ഹർബു ഷഖാവത്തുൻ. ഡേഷ് അൽലുൽമി ളിദ്ദ അൽയദ നർഫഉ. ഉത്തരം നർഫഉൽ യദ ളിദ്ദ ളുൽമി. ജീമ് ഡേഷ് ഹുഖൂഖി അൽ ഇൻസാനി ഇഹ്ഫൽ അല. ഉത്തരം ഇഹ്ഫൽ അല ഹുഖൂഖിൽ ഇൻസാൻ. 12. ഇഖ്തരിൽ അസ്വഹ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. അലിഫ് നഹ്നു ഡേഷ് ബിലാദന. ഉത്തരം നുഹിബ്ബു. ബ ആയിഷ മുമർരിളത്തുൻ ഡേഷ് മിസാലിയുൻ മിസാലിയാത്ത് മിസാലിയ. ഉത്തരം മിസാലിയത്തുൻ. ജീമ് കുമാർ ത്വാലിബുൻ നഷീത്തുൻ ഡേഷ് മുസാരിഉൻ വാലിദുഹു വാലിദുഹ വാലിദു. ആൻസർ വാലിദുഹു. ഇതിൽ അലിഫും ജീമും ലൊമീറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ബാ നഅത്ത് മൻഉത്ത് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 13ാമത്തെ ചോദ്യം, ഇഖ്റ തർജുമത ശാഇരി വ അക്മിൽ അൽ ബയാനാത്തി ശഖ്സിയ, കവിയുടെ ജീവചരിത്രം വായിച്ച് ബയോഡാറ്റ പൂർത്തിയാക്കുക. അഹ്മദ് ഷൗഖി ഷാഇറുൻ മിസ്രിയുൻ, അഹ്മദ് ഷൗഖി ഒരു ഈജിപ്ഷ്യൻ കവിയാകുന്നു. യുലഖബു ബി അമീരി ശുഅറാ, അദ്ദേഹത്തിന് അമീറു ശുഅറാ എന്ന ഒരു സ്ഥാനപ്പേരുണ്ട്. വുലിദ സന 1868 ബിൽ ഖാഹിറ, അദ്ദേഹം 1868 കൈറോയിൽ ജനിച്ചു. വലഹു ഖസ്വാഇദു കസീറ, അദ്ദേഹത്തിന് ധാരാളം സമാഹാരങ്ങളുണ്ട്. യംതാസു ശിഅറുഹു ബിഖുവതിഹി വജമാലിഹി, ഭംഗി കൊണ്ടും ഗാംഭീര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിത വേറിട്ട് നിൽക്കുന്നു. തൂഫിയ അശ്ശാഇറു സന 1932 മീലാദിയ, 1932 കവി മരണപ്പെട്ടു. ഉത്തരങ്ങൾ നോക്കാം. അൽ ഇസ്മു, പേര് അഹ്മദ് ഷൗഖി. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ വർഷം 1868. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം അൽ ഖാഹിറ. അൽ ലഖബ്, സ്ഥാനപ്പേര് അമീറു ശുഅറാ. മീസത്തു ശഅരിഹി,
കവിതയുടെ പ്രത്യേകത. അൽ ഖുവ്വത്തു വൽ ജമാൽ. ആമുൽ വഫാത്ത്, മരണവർഷം 1932. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലാഹിളിൻ നിഖാത്ത വമയ്യിസ് മിൻഹ ഔസ്വാഫൽ ലുഗത്തിൽ അറബിയ. ലാഹിളിൻ നിഖാത്ത, പോയിന്റുകൾ നിരീക്ഷിക്കുക. വമയ്യിസ് മിൻഹ, അതിൽ നിന്ന് വേർതിരിക്കുക. ഔസ്വാഫൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ വിശേഷണങ്ങൾ. അർത്ഥം നോക്കാം. മിനൽ ഉസ്രത്തി ദിറാഫീദിയ, ദ്രാവിഡിയൻ കുടുംബത്തിൽപ്പെട്ട. ലുഗത്തുൻ ഹിന്ദിയ, ഇന്ത്യൻ ഭാഷ. ലുഗത്തുൽ ഖുർആനി വൽ ഹദീസ്, ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ഭാഷ. അസ്വാത്തുൻ ജദ്ദാബ, ആകർഷണീയമായ സൗണ്ടുകൾ. ലുഗത്തുൻ ഹയ്യ, ജീവസുറ്റ ഭാഷ. ഗൈറു ജമീല, ഭംഗിയില്ലാത്ത. ആൻസറുകളായി വരേണ്ടത് ലുഗത്തുൽ ഖുർആനി വൽ ഹദീസ്, ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ഭാഷ. അസ്വാത്തുൻ ജദ്ദാബ, ആകർഷണീയമായ സൗണ്ടുകൾ. ലുഗത്തുൻ ഹയ്യ, ജീവസുറ്റ ഭാഷ. 15ാമത്തെ ചോദ്യം, ഇഖ്റ അൽ ഫിഖ്റത വഅഇദ്ദ മുൽസ്വഖൻ അനിസ്സലാമി. പാരഗ്രാഫ് വായിച്ച് സമാധാനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അൽ ഇൻസാനു യുഹിബ്ബുസ്സലാമ, മനുഷ്യൻ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നു. അസ്സലാമു യുഅതി അൽ ഹയാത്ത, സമാധാനം ജീവിതം നൽകുന്നു. വതുഹ്ലികുഹ അൽ ഹർബു, അത് യുദ്ധത്തെ നശിപ്പിക്കുന്നു. ഫൽ നഅമൽ ലി അജ്ലിസ്സലാമി, ഫൽ നഅമൽ ലി അജ്ലിസ്സലാം, അതിനാൽ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. വനഖൂമു സ്വഫൻ വാഹിദൻ ളിദ്ദൽ ഹർബി, അതിനാൽ യുദ്ധത്തിനെതിരെ ഒറ്റ വരിയായി നമുക്ക് നിൽക്കാം. ആൻസർ നോക്കൂ. നുഹിബ്ബുസ്സലാം, നാം സമാധാനം ഇഷ്ടപ്പെടുന്നു. നഅമലു ലി അജ്ലിസ്സലാം, നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നഖൂമു സ്വഫൻ വാഹിദൻ ളിദ്ദൽ ഹർബി, നമുക്ക് യുദ്ധത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്റ തർജുമത ശാഇരി, കവിയുടെ ജീവചരിത്രം വായിക്കൂ. വഅൻശി മിൻഹാ അർബഅത അസ്ഇല, എന്നിട്ട് അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മൻ, ആര്. മത, എപ്പോൾ. മാത, എന്താകുന്നു. ഐന, എവിടെ. ജലീൽ ഖസാൽ കാതിബുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാൽ, ജലീൽ ഖസ്അൽ ബാലസാഹിത്യത്തിൽ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാകുന്നു. വുലിദ ഫി ബഗ്ദാദ് സന 1960 മീലാദിയ, 1960 ബഗ്ദാദിൽ അദ്ദേഹം ജനിച്ചു. കതബ അഗാനി കസീറ, അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതി. മിൻഹ ലുഗത്തി അൽ അറബിയ, അതിൽപ്പെട്ടതാകുന്നു എൻ്റെ അറബി ഭാഷ എന്നത്. ഹസ്വല അല ജവായിസ കസീറ, അദ്ദേഹം ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കി. തുർജിമത്ത് അഅ്മാലുഹു ഇലൽ ലുഗത്തിൽ ഇൻജിലീസിയ വൽ അൽമാനിയ വൽ ഫാരിസിയ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പേർഷ്യൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് തർജുമ ചെയ്യപ്പെട്ടു. ആൻസറുകൾ നോക്കാം. മൻ ഹുവ ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ ആരാകുന്നു. ഉത്തരങ്ങൾ ശ്രദ്ധിക്കൂ. മൻ ഹുവ ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ ആരാകുന്നു. മത ഉലിദ ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ എപ്പോഴാണ് ജനിച്ചത്. മാത ഹസ്വല ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ എന്താണ് കരസ്ഥമാക്കിയത്. ഐന ഉലിദ ജലീൽ ഖസ്അൽ, ജലീൽ ഖസ്അൽ എവിടെയാണ് ജനിച്ചത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, നഅതൻ മുനാസിബൻ കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ കാണുന്നത് പോലെ യോജിച്ച വിശേഷണം നൽകുക. അൽ മിസാൽ, ഉദാഹരണം. ഫിൽ മദ്റസത്തി മൈദാനുൻ കബീറുൻ, സ്കൂളിൽ വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ 57-58 പേജുകളിൽ ഈ ഭാഗം കാണാവുന്നതാണ്. ആൻസർ നോക്കാം. ഫിസ്സൂഖി മഹല്ലാത്തുൻ ജദീദാത്തുൻ, മാർക്കറ്റിൽ പുതിയ കടകളുണ്ട്. ഇന്ദി കലമുൻ ഖദീമുൻ, എൻ്റെ അടുത്ത് പഴയ ഒരു പേനയുണ്ട്. ഖറഅതു കിതാബൻ ജയ്യിദൻ, ഞാൻ നല്ല ഒരു ബുക്ക് വായിച്ചു. 18ാമത്തെ ചോദ്യം, അഇദ്ദ ഖുത്ബത
തഹ്നിഅത്തിൻ ഒരു ആശംസാ പ്രസംഗം തയ്യാറാക്കുക. ലിതക്രീമി ത്വാലിബിൽ ഫായിസി വിജയിയായ വിദ്യാർത്ഥിയെ ആദരിക്കാൻ വേണ്ടി. ഫി മുസാബഖത്തിൽ ഖിറാഅത്തി ഫി മദ്രസതിക നിന്റെ സ്കൂളിലെ വായനാ മത്സരത്തിൽ. ബി മുസാഅദത്തിൻ നിഖാത്തി പോയിന്റ്സുകളുടെ സഹായത്താൽ. അയ്യുഹൽ അസാതിദതു വൽ അസ്ദിഖാ അല്ലയോ കൂട്ടുകാരെ അധ്യാപകരെ. ബിബാലിഗി സുറൂർ അങ്ങേയറ്റത്തെ സന്തോഷം. ഫഖ്റുൽ മദ്രസ സ്കൂളിന്റെ അഭിമാനം. അത്വാലിബുൽ മിസാലിയു മാതൃകാ വിദ്യാർത്ഥി. അഹമ്മിയത്തുൽ ഖിറാഅ വായനയുടെ പ്രാധാന്യം. തഹ്നിഅത്തുൻ ഹാറ ഊഷ്മളമായ ആശംസ. ആൻസർ ശ്രദ്ധിക്കാം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ അസാതിദതു വൽ അസ്ദിഖാ അല്ലയോ കൂട്ടുകാരെ അധ്യാപകരെ. ഇജ്തമഅന ഫീ ഹാദിഹിൽ ഖാഅ ഈ ഹാളിൽ നാം ഒരുമിച്ച് കൂടി. ബിബാലിഗി സുറൂർ വളരെ സന്തോഷത്തോടെ. ഹാദിഹി ഹഫ്ലത്തുൻ ലിതക്രീമി ത്വാലിബിൽ ഫായിസ് ഇത് നമ്മുടെ വിജയിയായ വിദ്യാർത്ഥിയെ ആദരിക്കുവാനുള്ള സദസ്സാണ്. അല്ലദീ ശാറക ഫീ മുസാബഖത്തിൽ ഖിറാഅ ഫീ മദ്രസതിന നമ്മുടെ സ്കൂളിൽ വായനാ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥിയെ. മാജിദ് ഹുവ ഫഖ്റു മദ്രസതിന മാജിദ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്. ഹുവ ത്വാലിബുൻ മിസാലിയുൻ അവൻ ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. ഫീഹി ഖുദുവത്തുൻ ഹസന ലിജമീഇ തുല്ലാബ് എല്ലാ വിദ്യാർത്ഥികൾക്കും അവനിൽ നല്ല ഒരു മാതൃകയുണ്ട്. നഅതസു ഫീ മഖ്ദറാത്തിഹി വഫൗസിഹി അവന്റെ വിജയത്തിലും അവന്റെ കഴിവുകളിലും നാം അഭിമാനിക്കുന്നു. വനഫ്ഹമു അഹമ്മിയത്തുൽ ഖിറാഅ വമീസാതുഹ നാം വായനയുടെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അൽ ആൻ നഹ്നു നുഖദ്ദിമു ഈ സമയത്ത് നാം സമർപ്പിക്കുന്നു. തഹ്നിഹത്തുൻ ഹാറ ലിനജ്മിന ഹാദ നമ്മുടെ ഈ സ്റ്റാറിനായിട്ടുള്ള ഊഷ്മളമായ ആശംസ. വ അഖ്തതിമു കലാമി ഹാദ ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ലഖിയ റാഷിദുൻ വ സിനാനുൻ ഫിൽ മൈദാൻ റാഷിദും സിനാനും മൈതാനത്തിൽ കണ്ടുമുട്ടി. അസ്നാഅ മിഹ്റജാനി റിയാളാത്തിൽ മദ്രസിയെ അവർ കണ്ടുമുട്ടിയത് സ്കൂൾ സ്പോർട്സ് പ്രോഗ്രാമിന്റെ ഇടയിലാണ്. വജറാ ബൈനഹുമാ ഹിവാറുൻ അപ്പോൾ അവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അഇദ്ദ അൽ ഹിവാറ മിനൽ ഖയാലി ഭാവനയിൽ നിന്നും ആ സംഭാഷണം തയ്യാറാക്കൂ. ആൻസർ നോക്കാം. റാഷിദ് ഹലോ സിനാൻ മത്താ വസ്വൽത അല്ലയോ സിനാൻ നീ എപ്പോൾ എത്തി. സിനാൻ ഹായ് റാഷിദ് വസൽതു അൽ ആൻ ഹായ് റാഷിദ് ഞാൻ ഇപ്പോൾ എത്തി. റാഷിദ് ഫി ഐ മുസാബഖത്തിൻ തുശാരിക്കു യാ സ്വദീഖി കൂട്ടുകാരാ നീ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്. സിനാൻ ഉശാരിക്കു ഫി റംയിൽ ഖുറസി വ അൻത യാ സ്വദീഖി കൂട്ടുകാരാ ഞാൻ ഡിസ്കസ് ത്രോയിൽ പങ്കെടുക്കുന്നു. നീ ഏത് ഐറ്റംസിലാണ് പങ്കെടുക്കുന്നത്. റാഷിദ് ഉശാരിക്കു ഫി സലാസത്തി ആലാഫി മീറ്റർ ഐന മാജിദ് ഞാൻ 3000 മീറ്ററിൽ പങ്കെടുക്കുന്നു. മാജിദ് എവിടെ. സിനാൻ അസ്വബഹു അൽ ഹുമ്മ വസ്സുദാ ലം യഹ്ലുർ റിയാളത്തിൽ മദ്രസിയ അവന് പനിയും തലവേദനയും ബാധിച്ചിരിക്കുന്നു. അവൻ സ്കൂൾ സ്പോർട്സിലേക്ക് വന്നിട്ടില്ല. റാഷിദ് ندعو له أسمع بلاغا من المسار شكرا يا صديقي ندعو له നമുക്ക് അവനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ട്രാക്കിൽ നിന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്നു. നന്ദി കൂട്ടുകാരാ. സിനാൻ അഫ്വൻ നന്ദി. മാർക്കിനനുസരിച്ച് ഇതുപോലെ ഹിവാർ എക്സ്പാൻഡ് ചെയ്ത് എഴുതാവുന്നതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇഖ്റ അത്തഖരീറ വ അഖിദ്ദ അൽ ബർനാമജ് റിപ്പോർട്ട് വായിച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുക. ഇൻതഹൽ മിഹ്റജാനുൽ ഫന്നിയുൽ മദ്രസിയോ സ്കൂൾ കലോത്സവ പ്രോഗ്രാം അവസാനിച്ചു. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കാലിക്കൂത്സ് കോഴിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ ഇഫ്തതഹ ഉളുവുൽ മജ്ലിസി തശ്രീഇ ഹഫ്ലത്തുൽ ഖിതാം സമാപന സദസ്സ് MLA ഉദ്ഘാടനം ചെയ്തു. വഖാമ ബിതൗസീഇൽ ജവായിസ് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു.
റഅസ റഈസുൽ മജ്ലിസിൽ ഖുറവി അൽ ഹഫ്ല. സദസ്സിന് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. റഈസു ജംഇയ്യത്തിൽ ഔസിയാഇ വൽ മുദർരിസീൻ. PTA പ്രസിഡന്റും വ അമീനു ലജ്നത്തിൽ മുദർരിസീൻ സ്റ്റാഫ് സെക്രട്ടറിയും കലിമാത്തി തഹാനി ആശംസകൾ അർപ്പിച്ചു. റഹബ നാളിറുൽ മദ്രസത്തി ബിൽ ഹഫ്ലി. സദസ്സിനെ HM സ്വാഗതം പറഞ്ഞു. വഅദ്ദ അരീഫുൽ മദ്രസത്തി കലിമത്ത ശുക്ർ. സ്കൂൾ ലീഡർ നന്ദി പറയുകയും ചെയ്തു. ആൻസർ നോക്കാം. അൽ ബർനാമജ് പ്രോഗ്രാം ഷെഡ്യൂൾ. അത്തർഹീബ് സ്വാഗതം. നാളിറുൽ മദ്രസ HM. അർ റഈസ് അധ്യക്ഷൻ. റഈസുൽ മജ്ലിസിൽ ഖുറവി പഞ്ചായത്ത് പ്രസിഡന്റ്. അൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഉളുവുൽ മജ്ലിസി തശ്രീഇ MLA. തൗസീഉൽ ജവായിസ് സമ്മാന വിതരണം. ഇവിടെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചത് MLA തന്നെയാണ്. അപ്പോൾ ആൻസറായി വരേണ്ടത് ഉളുവുൽ മജ്ലിസി തശ്രീഇ. അത്തഹാനി ആശംസകൾ. റഈസു ജംഇയ്യത്തുൽ ഔസിയാഇ വൽ മുദർരിസീൻ PTA പ്രസിഡന്റ്. അതുപോലെ രണ്ടാമതായി ആശംസകൾ അറിയിച്ചത് അമീനു ലജ്നത്തുൽ മുദർരിസീൻ സ്റ്റാഫ് സെക്രട്ടറി. കലിമത്തു ശുക്ർ നന്ദി. അരീഫുൽ മദ്രസ സ്കൂൾ ലീഡർ. അവസാനത്തെ ചോദ്യം ഉക്തുബ് ബയാനൻ വസ്ഫിയൻ അൻ മദ്രസതിക. നിന്റെ സ്കൂളിനെ കുറിച്ച് വിശേഷണങ്ങളടങ്ങിയ വിവരണം തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 58-ാമത്തെ പേജിലെ അഅത്ത് മൻഊത്ത് എന്ന ഭാഗം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആൻസർ നോക്കാം. അദ്റുസു ഫി മദ്രസത്തിൻ കബീറ. ഞാൻ വലിയ ഒരു സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ മദ്രസത്ത് എന്നത് മൻഊത്തും കബീറത്ത് എന്നുള്ളത് നഅത്തുമാണ്. വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവും. ഫീഹ തുല്ലാബുൻ കസീറ. അതിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. യുദരിസു ഫീഹ അൽ മുദരിസൂന അൽ മാഹിറൂൻ വൽ മുദരിസാത്തിൽ മാഹിറാത്ത്. അവിടെ കഴിവുറ്റ അധ്യാപകന്മാരും അധ്യാപികമാരും പഠിപ്പിക്കുന്നു. വഫി ജാനിബിൽ മൈതാനി ഷജറത്തുൻ കബീറ. ഗ്രൗണ്ടിന്റെ അടുത്ത് വലിയ ഒരു മരമുണ്ട്. വഫീഹ മക്തബത്തുൻ വാസിഅത്തുൻ. വിശാലമായ ഒരു ലൈബ്രറിയും അവിടെയുണ്ട്. വഫീ കുതുബുൻ മലീഅ. അതിൽ നിറയെ പുസ്തകങ്ങളാണ്. വഹുന സുഫൂഫുൻ നളീഫ. ഇവിടെ വൃത്തിയുള്ള ക്ലാസുകളുണ്ട്. വലി മദ്രസതി ബാസുൻ സുഫ്രാഹ്. എന്റെ സ്കൂളിന് മഞ്ഞ ബസ്സുണ്ട്. വമൈദാനുൻ വാസിഉൻ. വിശാലമായ ഒരു ഗ്രൗണ്ടുമുണ്ട്. യൽഅബു തുല്ലാബു ഫീഹ. കുട്ടികൾ അവിടെ കളിക്കുന്നു. നല്ല ഒരു ഹെഡിംഗ് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ.